ഞാൻ പറയും, ഈ സൈബർ ആക്രമണം നടത്തുന്നവർ ഒരു ജോലിയില്ലാത്ത മൂട് താങ്ങികളാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവരും സമരം നയിക്കുന്നവരുമായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരും ഇതിന്റെ പിന്നാലെ പോയില്ല, ഈ സൈബറിന്റെ പിന്നാലെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നവർ ഇപ്പോൾ ചില ഫ്ലക്സ് ഒക്കെ വെക്കുന്നുണ്ടല്ലോ രാഹുലിനെ കുറിച്ച് മോശമായിട്ട്, അതിന്റെ അടുത്തൊരു കോഴിയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് ഫ്ലക്സ് വെക്കുന്നില്ല, അതിന്റെ അടുത്ത് മുകേഷിന്റെ ചിത്രവും ഒരു കോഴിയുടെയും വെച്ചുകൂടെ ഇവർക്ക് ഈ സൈബർ ഇട്ട് കുത്തുന്ന നേരം കൊണ്ട്? അല്ല, ഞാൻ പറയുന്നത് അത് തെളിയിക്കപ്പെടണം. തെളിയിച്ചോട്ടെ. എല്ലാത്തിനും വേണ്ടി ഒരു തുറന്ന ഒരു വാതിലാണ് ഞങ്ങൾ, തുറന്ന സമീപനാണ് സ്വീകരിച്ചിട്ടുള്ളത്. സസ്പെൻഡ് ചെയ്ത് നിർത്തി. ഇനി ഞങ്ങൾക്ക് തൽക്കാലം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല. അതേ സമയത്ത് നിരപരാധിയാണ് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാനുള്ള സമയമുണ്ട്. കുറ്റം ആരോപിച്ചവർക്ക് അത് ശരിയാണ് തെളിയിക്കാനുള്ള അവസരമുണ്ട്. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾ ഒരാക്ഷേപം വന്നാൽ അത് വ്യക്തമായിട്ട് പരിശോധിക്കും. അതാണ് ഈ ശബ്ദരേഖയാണ് സസ്പെൻഷനിലേക്ക് എത്തിയത്. അപ്പോൾ അത് പറഞ്ഞ പോലെ നിഷേധിച്ചിട്ടില്ല. അത് നിഷേധിക്കുകയോ ഇത് റിപ്പോർട്ട് ചെയ്തവർക്കെതിരെ ഡിഫർമേഷൻ സൂട്ട് ഫയൽ ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ നടപടിയിലേക്ക് ഞങ്ങൾ പോയില്ലായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഇല്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്കൊരു സംശയത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയ സൂചന പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഞങ്ങളുടെ നിർബന്ധം തന്നെയാണ് കൂട്ടായി ഈ ഒരു തീരുമാനമെടുത്തത്. അല്ല, അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തുകൂടാ? കോടതിയെ സമീപിച്ചുകൂടാ? ചില സൂചനകൾ കൊടുത്തപ്പോൾ അതനുസരിച്ചിട്ടുള്ള നടപടി നേതാക്കളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് എന്നെ സൂചിപ്പിച്ചല്ലോ. ഇനി അതുകൊണ്ടും പ്രശ്നം അവസാനിച്ചില്ലെങ്കിൽ ഇവർക്ക് നിയമ നടപടി സ്വീകരിക്കാം. അതിനാരും തടസ്സമില്ലല്ലോ. സർക്കാർ പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ സമീപിക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. പിന്നെ ഇതിനാരെ പേടിക്കണ്ടേ? ഞാൻ പറയാം, വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ കഴിയില്ല. എങ്ങനെ ഒരാളെ കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പോയിട്ട് നിയന്ത്രിക്കാൻ പറ്റുമോ? ഞങ്ങളെ സംബന്ധിച്ച് നല്ല ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ വളർന്നു വരണം എന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ തന്നെ ഇനിയിപ്പോൾ എത്ര കാലം നിൽക്കാൻ കഴിയും? നമുക്ക് ശേഷം പാർട്ടി വേണ്ടേ? അല്ലാതെ എൻ്റെ കാലത്തോടുകൂടെ ഇതങ്ങ് ഒടുങ്ങണം എന്ന് ചെയ്യാറുള്ളവരാണെങ്കിൽ ശരി. പക്ഷേ ഞങ്ങളങ്ങനെയല്ല. പുതിയ തലമുറകൾ വരണം എന്ന് അഭിപ്രായമുള്ളവരാണ്. കാരണം പ്രസ്ഥാനം നിലനിൽക്കണം. ഞാൻ പറയും, ഈ സൈബർ ആക്രമണം നടത്തുന്നവർ ഒരു ജോലിയില്ലാത്ത മൂട് താങ്ങികളാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവരും സമരം നയിക്കുന്നവരുമായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരും ഇതിൻ്റെ പിന്നാലെ പോയില്ല, ഈ സൈബറിൻ്റെ പിന്നാലെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നവർ ഇപ്പോൾ ചില ഫ്ലക്സ് ഒക്കെ വെക്കുന്നുണ്ടല്ലോ രാഹുലിനെ കുറിച്ച് മോശമായിട്ട്, അതിൻ്റെ അടുത്തൊരു കോഴിയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് ഫ്ലക്സ് വയ്ക്കുന്നില്ല, അതിൻ്റെ അടുത്ത് മുകേഷിൻ്റെ ചിത്രവും ഒരു കോഴിയുടെയും വെച്ചുകൂടെ ഇവർക്ക് ഈ സൈബർ ഇട്ട് കുത്തുന്ന നേരം കൊണ്ട്? അല്ലെങ്കിൽ AK ശശീന്ദ്രൻ്റെ ഒരു ഫ്ലക്സും വെച്ച് ഒരു പൂച്ചക്കുട്ടിയുടെയും കൂടെ വെക്കായിരുന്നില്ലേ? അതിന് പകരം വെറുതെ നേതാക്കന്മാരെ അധിക്ഷേപിക്കാൻ നടക്കുന്നവർ, അവർ പാർട്ടിയുടെ മിത്രങ്ങളല്ല, പരമശത്രുക്കളും ചില മൂട് താങ്ങികളുമാണ്. അങ്ങനെയുള്ളവർ പറയുന്നതിനെ പരമപുച്ഛത്തോടുകൂടെ അങ്ങ് തള്ളിക്കളയുക, അതേ ഉള്ളൂ. ഇപ്പം എനിക്കെതിരായിട്ടും പറയുന്നൊക്കെയുണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. ഇമാരുടെയൊക്കെ ഇത് കൊണ്ടാണോ നമ്മളൊക്കെ ഇതുവരെ കഴിഞ്ഞുകൂടിയിട്ടുള്ളത്? ഉമാ തോമസിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവർ KSUവിലുണ്ടായിരുന്ന ഉമാ തോമസ് എന്തറിയാണ്ട ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ചില മൂട് താങ്ങികൾ പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി സൈബറുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഒരു കാര്യമില്ല. അവർക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? അവരുള്ള കാര്യങ്ങൾ അവർ മുഖത്ത് നോക്കി പറയുമല്ലോ. അവർക്ക് ഇതുപോലെ മൂട് താങ്ങികളുടെ ആവശ്യമൊന്നുമില്ല. അല്ല, അത് രാഹുൽ ചെയ്യേണ്ട കാര്യമാണ്. രാഹുലാണ് തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങൾ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. നിരപരാധിത്വം തെളിയിച്ചു വരുന്നവരെ പാർട്ടിക്കകത്ത് സ്ഥാനമില്ല. അത് അദ്ദേഹം ആലോചിക്കേണ്ട കാര്യമാണ്. അദ്ദേഹമാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇലക്ഷന്റെ പടിവാതിൽ നിൽക്കുകയാണ്.
ഈ പുനഃസംഘടന ഇപ്പോഴും ഇങ്ങനെ എവിടെയോ തട്ടി നിൽക്കുന്നു. പുനഃസംഘടനയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പുനഃസംഘടനയേക്കാൾ ഞങ്ങൾ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അതിലിടയ്ക്ക് വരെ അടിയന്തരമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തും. അതിനുശേഷമേ ഉണ്ടാവുള്ളൂ. അല്ല, അടിയന്തരമായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തും. ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് ശേഷം ഉണ്ടാവും. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് പകരം പുതിയൊരു സംസ്ഥാന അധ്യക്ഷനെ യൂത്ത് കോൺഗ്രസ് കണ്ടു. അതിന് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്.